അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി അഹ്ലി സുദ്ദഖി വൽ വഫാ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ മുതഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മിഷ്കാത്തുൽ ഹുദാ ദർസ് വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിക്കുന്ന വർണ്ണാമിതമായ ഫതേഹ് ഫിർദൗസിന്റെ പ്രൗഢമായ വേദിയിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഈ ഒരുമിച്ച് കൂടലും പിരിയലും ഒക്കെ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ മദ്രസ പഠനത്തിന്റെ അനിവാര്യത എന്ന പ്രമേയത്തിൽ നിങ്ങളുമായി സംവദിക്കാനാണ് ഈ വിനീതൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ആധുനിക ലോകം മദ്രസ പഠനത്തിന് സാരവൽക്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ പ്രവൃത്തി സമൂഹത്തിനും ഭാവി ജനതക്കും നൽകുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. ഇന്ന് മദ്രസ സമ്പ്രദായം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ മനുഷ്യൻ തെമ്മാടിയായി ജീവിക്കുമായിരുന്നു. അവൻക്ക് അദബുണ്ടാവൂല, അച്ചടക്കമുണ്ടാവൂല, ഇസ്ലാമിക സംസ്കാരം ഉണ്ടാവൂല. കാരണം ഒരു മുഅല്ലിമിന്റെ തർബിയത്ത് കിട്ടിയാൽ മാത്രമേ ഒരു മനുഷ്യൻ നന്നാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈജിപ്തൻ കവി അഹമ്മദ് ഷൗഖി പാടിയത്, കുംലിൽ മുഅല്ലിമി വഫിഖി തബ്ജീല ഖദൽ മുഅല്ലിമു ഇയകുർ റസൂല. ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ സ്വലാഹിയത്തിലേക്ക് കൊണ്ടുപോകുന്ന മുഅല്ലിം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും അടുത്ത ആളാണ്. മദ്രസയിൽ മതവിദ്യാഭ്യാസം പഠിപ്പിക്കുന്നതിന്റെ കാഴ്ചപ്പാട് അറിവുകളും വിവരങ്ങളും വിദ്യാർത്ഥികൾക്ക് നുകർന്നു നൽകലില്ല, മറിച്ച് മൂല്യങ്ങളെ സംവേദനം ചെയ്യലാണ്. സമ്പത്തും ബൗദ്ധികതയും വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ അതിനനുസരിച്ചുള്ള തലത്തിലാണ് നമ്മുടെ മദ്രസാ സമ്പ്രദായം നിലവിലുള്ളത്. മദ്രസകൾ നിർമ്മിച്ച സമൂഹമാണ്, സമൂഹത്തിന്റെ ധർമ്മപ്രസരണ കേന്ദ്രമാണ് മദ്രസ. അതുകൊണ്ട് തന്നെ മദ്രസകളിലെ സാമൂഹിക ബന്ധം വളരെ ശക്തമായിരിക്കും. ഇന്ത്യയുടെ ഇന്നത്തെ ഫാസിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് മദ്രസകൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം നടത്തിയ സമിതി അന്വേഷണ റിപ്പോർട്ടിനെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു. ആ റിപ്പോർട്ടിൽ പറയുന്നത് എങ്ങനെയാണ്? മുസ്ലിം സമുദായത്തിന്റെ ഭാവി തലമുറക്ക് മതബോധം നൽകുന്ന ഒരു കേന്ദ്രമാണ് മദ്രസ. മുസ്ലിം സമുദായത്തിന്റെ വ്യക്തിത്വവും ഇസ്ലാമിക സംസ്കാരവും രൂപപ്പെടുന്നത് മദ്രസകളിലാണ്. ഒരു വിദ്യാർത്ഥി ആദ്യമായി മദ്രസ പഠനത്തിൽ പ്രാരംഭം കുറിക്കുമ്പോ അവൻ പഠിക്കുന്നത് അദബൻ എന്നാണ്. എന്താണ് അദബ്? ഒരു കുട്ടിക്ക് അവന്റെ ആദ്യ കലാലയമായ വീട്ടിൽ നിന്ന് ലഭിച്ച അദബിനേക്കാൾ അദബുൽ ഹസനയാണ് അവൻക്ക് ലഭിക്കുന്നത്. എന്താണ് അദബുൽ ഹസന? വൽ അദബുൽ ഹസനു അയ്യുഅല്ലിമുഹു കൈഫ യഅകുലു വയശ്റബു കൈഫ യുആമിലു നാസ് വഅൻ വാജിബി അലൈഹി ലിറബ്ബിഹി വഖൽഖിഹി മിമാ യുനാസിബു സമാൻ വൽ മകാൻ. എങ്ങനെ അവൻ പാനം ചെയ്യണം, എങ്ങനെ അവൻ ഭക്ഷിക്കണം, എങ്ങനെ അവൻ റബ്ബിനോടുള്ള കൽപ്പനകൾ എന്തൊക്കെയാണ്, ജനങ്ങളോട് അവൻ എങ്ങനെ പെരുമാറണം, കാലത്തോടും സ്ഥലത്തോടും ബന്ധമുള്ളവനായി സ്ഥലകാലബന്ധിയായി അവൻ എങ്ങനെ ജീവിക്കണമെന്നാണ് അദബുൽ ഹസന പറയുന്നത്. ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യമാവുന്നതിന് മുമ്പ് മതപരമായ മദ്രസ വിദ്യാഭ്യാസം സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഭാവിയിൽ ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ളതിനെ ദീർഘദൃഷ്ടിയോടെ കൂടെ കണ്ട് മുസ്ലിം സമുദായത്തിന്റെ മതപരമായ വിദ്യാഭ്യാസത്തിന് മദ്രസകൾ അനിവാര്യമാണെന്ന് മഹാനായ ബാഫഖി തങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പ്രഖ്യാപനത്തിന് സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തു. ഇന്ന് മദ്രസകൾ കൊണ്ടൊരു വിജ്ഞാന വിസ്ഫോടനം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യക്കാരും കേരളീയനും തമ്മിലുള്ള പ്രാമുഖ്യമായ വ്യത്യാസം തന്നെ മദ്രസകൾ കൊണ്ടുണ്ടായതാണ്. എന്നാൽ ഇന്ന് ആധുനിക ലോകം വിദ്യാർത്ഥികളുടെ ഭൗതികമായ സ്കൂൾ പഠനത്തിന് തടസ്സം നൽകുന്നു എന്ന കാരണത്തിന് വേണ്ടി മദ്രസകളിൽ നിസാരവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഒരിക്കലും മതപരമായ വിദ്യാഭ്യാസം ഭൗതിക പഠനത്തിന് തടസ്സമല്ല എന്നുള്ള വസ്തുതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഭാവിയെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്കുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തെ അനിവാര്യ ഘടകമായി നിങ്ങൾ കണക്കിലെടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും ബിദ്ദുആ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.